ലേബർ പാർട്ടി അധികാരത്തിലേക്ക്. കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവും. ബ്രിട്ടീഷ് പൊതു തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വിജയം. 3 സീറ്റുകളിലെ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 325 സീറ്റ് ലേബർ പാർട്ടി നേടിയിട്ടുണ്ട്. വെറും 72 സീറ്റുകളാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് നേടാനായത്. 650 അംഗ പാർലമെന്റിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ട കേവല ഭൂരിപക്ഷം 326 ആണ്. ലേബർ പാർട്ടിയുടെ വിജയത്തോടെ 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് അവസാനമായി. ലേബർ പാർട്ടിയുടെ കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാവും. ഹോൾബോൺ ആൻഡ് സെന്റ് പാൻക്രാസ് സീറ്റിൽ നിന്നാണ് സ്റ്റാർമർ വിജയിച്ചത്. ലേബർ പാർട്ടിയിൽ വിശ്വസിച്ച് വോട്ട് ചെയ്തവർക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. അതിനിടെ കൺസർവേറ്റീവ് പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ ഋഷി സുനക് പരാജയം സമ്മതിച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ലേബർ പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിയായ മലയാളി സോജൻ ജോസഫും വിജയിച്ചു. ആഷ്ഫഡ് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ജയം. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളിയാണ് സോജൻ. എക്സിറ്റ് പോൾ ഫലങ്ങൾ ലേബർ പാർട്ടിക്കായിരുന്നു മുൻതൂക്കം. 400-ലധികം സീറ്റുകൾ നേടി പാർട്ടി അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. കൺസർവേറ്റീവ് പാർട്ടി 150 സീറ്റുകളിൽ താഴെ ഒതുങ്ങുമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. 2010-ലാണ് കൺസർവേറ്റീവ് പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തിയത്. 14 വർഷത്തിനിടെ 5 പ്രധാനമന്ത്രിമാരാണ് രാജ്യം ഭരിച്ചത്. ഇതിനിടെ 4 തിരഞ്ഞെടുപ്പുകളും 2 ഹിതപരിശോധനകളും നടന്നു. 2022-ൽ പ്രധാനമന്ത്രി ലിസ് ട്രസ് രാജിവെച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ വംശജനായ സുനക് പ്രധാനമന്ത്രിയായത്.